പത്തരമാറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളെ കനക പറഞ്ഞ സത്യം കേട്ടിട്ടാണെങ്കിലും നമ്മളെ നവ്യയ്ക്കാണെങ്കിലും വിശ്വസിക്കാനും പറ്റുന്നില്ല. എന്ത് ചെയ്യണമെന്നറിയാൻ വയ്യാതെ ആകെ ടെൻഷനിലാട്ടോ നമ്മളെ നവ്യ നടക്കുന്നതൊക്കെ. അങ്ങനെ നവ്യ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ഇനി അവയ്ക്കാണെങ്കിൽ ഈ ജ്വല്ലറിയിലാണെങ്കിലും മാനേജറായിട്ട് പോസ്റ്റൊക്കെ കിട്ടിയതുകൊണ്ട് ഇവർ അതിന് വേണ്ടി ഇങ്ങനെ ഓരോ കഥകൾ പറഞ്ഞുണ്ടാക്കുന്നതാണോ, ഇനി അബിയുടെ തലയിൽ ആ കുറ്റം കൊണ്ടിടാനുള്ള അവർ ശ്രമമാണോ എന്നൊക്കെ ഉള്ളൊരു ടെൻഷനും ഓരോ ചിന്തകളൊക്കെ നമ്മളെ നവ്യയുടെ മനസ്സിൽ കയറി കൂടുന്നുണ്ട്. നവ്യ ചിന്തിക്കുന്നുണ്ട്, എന്തായാലും ഒരു മരണം കൊണ്ടോ അതോ ഒരു കടുത്ത തീരുമാനം എടുക്കുന്നത് വരെ ഞാൻ ഇത് എങ്ങനെ എൻ്റെ സത്യാവസ്ഥകളൊക്കെ എനിക്ക് അറിഞ്ഞേ പറ്റത്തുള്ളൂ. അതിന് ശേഷമാണ് എന്ത് വേണമെങ്കിലും നമുക്ക് തീരുമാനം എടുക്കാമെന്നൊക്കെ നവ്യ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നവ്യയാണെങ്കിൽ ഇങ്ങനെ പറയുന്ന ഓരോ തമാശകളും കാര്യങ്ങളും ഒക്കെ കേട്ടിട്ടാണെങ്കിൽ നമ്മളെ നവ്യയ്ക്കാണെങ്കിൽ ആകെ ദേഷ്യവും വരുന്നുണ്ട്. കാര്യം നമ്മളെ നവ്യ ചിന്തിക്കുന്നുണ്ട്, എന്തായാലും ഇപ്പോൾ ഉള്ള പെമ്പിള്ളേരെ കണക്കാണെങ്കിൽ പെട്ടെന്നൊരു തീരുമാനം എടുത്തിട്ട് ജീവിതം കളയാൻ വേണ്ടി ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എന്തായാലും എൻ്റെ സത്യാവസ്ഥകളും കാര്യങ്ങളൊക്കെ അറിയട്ടെ, അതിന് ശേഷം വേണം പിന്നെ അവനിക്കിട്ട് നല്ല പണി കൊടുക്കാമെന്നൊക്കെ ഉള്ളൊരു കാര്യമൊക്കെ നമ്മളെ നവ്യ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. പക്ഷേ മറുസ്ഥാനത്താണെങ്കിലും നമ്മളെ ജലജയാണെങ്കിലും അഭിക്കാണെങ്കിലും നല്ല ടെൻഷനും കാര്യങ്ങളുണ്ട്. സത്യാവസ്ഥകൾ നമ്മളെ നവ്യ അറിഞ്ഞോ ഇല്ലയോ എന്നൊക്കെ ഉള്ളൊരു ടെൻഷനും ഉണ്ട്. പക്ഷേ നമ്മൾ അഭിയാണെങ്കിലും നമ്മളെ നവ്യയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. നവ്യയുടെ മുഖത്തെ ഭാവമാറ്റവും കാര്യങ്ങളും ഒക്കെ നമ്മൾ അഭി നല്ല രീതിയിലൊക്കെ ശ്രദ്ധിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ കാര്യങ്ങളാണെങ്കിലും നമ്മൾ അഭിയാണെങ്കിൽ നമ്മൾ ജലജ എടുത്ത് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ജലജയാണെങ്കിൽ അഭിയെടുത്ത് പറയുന്നുണ്ട്, എന്തായാലും നീ റൂമിലൊക്കെ എന്തെങ്കിലും സാധനങ്ങളോ കാര്യങ്ങളോ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നീ എടുത്ത് മാറ്റി. ചിലപ്പോൾ അവൾക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നിൻ്റെ തലയ്ക്കടിച്ച് കൊല്ലാനും അവൾ മടിക്കത്തില്ല എന്നൊക്കെ ഉള്ള ഇതൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മൾ അഭിയാണെങ്കിൽ ആകെ പേടിച്ചൊക്കെ പോകും. നമ്മൾ അഭിക്കാണെങ്കിൽ ഒരു സംശയമൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളെ നവ്യയാണെങ്കിൽ സത്യം അറിഞ്ഞോ ഇല്ലയോ എന്നൊക്കെയുള്ളൊരു സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോഴത്തേക്ക് നമ്മൾ അഭിയാണെങ്കിൽ ജലജ എടുത്ത് പറയുന്നുണ്ട്, എന്തായാലും നവ്യയാണെങ്കിൽ സത്യം അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും അവൾ ഇങ്ങനെയല്ല പ്രതികരിക്കുന്നത്. അവൾ അപ്പോഴേ ഇവിടെ വന്ന് എൻ്റെ അടുത്ത് ചോദ്യം ചെയ്ത് എന്നെ മിക്കവാറും അവൾ കൊന്നേനെ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നാലും നമ്മൾ അബിയുടെ ഉള്ളിൽ ഒരു സംശയം കിടക്കുന്ന കാരണം അബിയാണെങ്കിൽ നേരെ നമ്മൾ നവ്യ എടുത്ത് ചെല്ലുന്നുണ്ട്. ചെന്നിട്ടാണെങ്കിൽ നവ്യ എടുത്ത് ചോദിക്കുന്നുണ്ട്, അല്ല നവ്യ, നിൻ്റെ അമ്മ വിളിച്ചത് എന്തിനാ, നിൻ്റെ അടുത്ത് എന്തെങ്കിലും കാര്യങ്ങൾ വല്ലതും അമ്മ പറഞ്ഞോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇത് കേൾക്കുന്ന നവ്യയ്ക്കാണെങ്കിൽ നല്ല ദേഷ്യം കയറി വരുന്നുണ്ട്. അപ്പം നവ്യ പറയുന്നത്, എൻ്റെ അമ്മ എൻ്റെ അടുത്ത് പല കാര്യങ്ങളൊക്കെ പറയും, അതിപ്പോൾ നിൻ്റെ അടുത്ത് പറയണമെന്ന് എന്തെങ്കിലും നിയമം ഉണ്ടോ എന്നൊക്കെ അബി അടുത്ത് ചോദിക്കുന്നുണ്ട്. നമ്മൾ അബിയാണെങ്കിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് ഷോക്കാവുന്നുണ്ടെങ്കിലും പക്ഷേ അബിയാണെങ്കിൽ അങ്ങോട്ട് വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല കേട്ടോ. അബിയാണെങ്കിൽ വീണ്ടും ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്താ പറ്റിയത്, നിൻ്റെ മുഖത്ത് ഓരോ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നവ്യ പറയുന്നത്, എനിക്കാണെങ്കിൽ പല മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വരും, അതെന്തായാലും നിൻ്റെ അടുത്ത് പറയണമെന്നില്ല, എനിക്ക് തോന്നുന്ന സമയത്ത് ഞാൻ ഓരോ തീരുമാനങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ എടുക്കും, അതിപ്പം ദൈവം തമ്പുരാൻ വിചാരിച്ചാൽ പോലും അത് മാറത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ നമ്മൾ നവ്യയാണെങ്കിൽ. അപ്പം അങ്ങനെ നമ്മൾ നവ്യയാണെങ്കിൽ അബിയെടുത്ത് കൈ ചൂണ്ടിയൊക്കെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ അബിക്ക് മനസ്സിലായി, എന്തായാലും ഇവൾക്ക് ഇപ്പം നല്ല ഒരു സ്വഭാവമല്ല ഇരിക്കുന്നത്, ഇവൾക്ക് എന്തോ പറ്റിയിട്ടുണ്ട്, ഇവളെന്തോ ഭ്രാന്തമായിട്ടൊക്കെ ഓരോന്നൊക്കെ ചിന്തിച്ചൊക്കെ കൂട്ടുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അബിയാണെങ്കിൽ നേരെ ചെന്ന് ജലജയെടുത്താണെങ്കിൽ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ജലജ പറയുന്നുണ്ട്, ഇനി അവളാണെങ്കിൽ കനക സത്യാവസ്ഥകളൊക്കെ അവിടുത്തെ പറഞ്ഞു, ഇനി അവൾ സത്യമൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇനിയിപ്പം നമ്മളടുത്ത് അവൾ കാണിക്കാത്ത ആയിരിക്കും, എന്തായാലും നീ അവളെ ശ്രദ്ധിക്കണമെന്നൊക്കെ നമ്മൾ ജലജ പറഞ്ഞൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ അബിക്കാണെങ്കിൽ പിറ്റേ ദിവസമാണെങ്കിൽ ജ്വല്ലറി മാനേജറായിട്ടൊക്കെ പിന്നെ ജോലിക്ക് കയറാനുള്ളതാണ്. അപ്പോഴത്തേക്ക് ആ സമയത്താണെങ്കിലും നമ്മൾ നവ്യ ചിന്തിക്കുന്നുണ്ട്, ഇത്രയും വലിയൊരു ജ്വല്ലറിയിൽ ഇവനെ പോലെ ഒരുത്തനെ അവിടെ കയറ്റി കഴിഞ്ഞാൽ ഇനി അവിടെയും കൂടെ അവൻ കുളം തോണ്ടുമെന്നൊക്കെ ഉള്ളൊരു ചിന്തയൊക്കെ നമ്മുടെ നവ്യയുടെ മനസ്സിൽ വരുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് എന്നെ അവരിവിടെ മോഡലിംഗ് ഒക്കെ ആയിട്ട് എടുത്തില്ലേ, അപ്പോൾ ഞാനാണെങ്കിൽ അറിഞ്ഞുകൊണ്ട് ഇവൻ്റെ സ്വഭാവം അറിഞ്ഞുകൊണ്ട് ഞാൻ അവരെ ചതിക്കാൻ വേണ്ടി കൂട്ടിക്കുന്നത് ശരിയല്ലല്ലോ എന്നൊക്കെ നവ്യ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണ് നമ്മുടെ ഡേവിഡ് ആണെങ്കിൽ നവ്യയെ വിളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ആ സമയത്ത് ഡേവിഡിൻ്റെ അടുത്ത് നവ്യയാണെങ്കിൽ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇതാണ് അബിയാണെങ്കിൽ മൊർത്തേസ് ജ്വല്ലറിയിലാണെങ്കിൽ കുറച്ച് തിരിമറിയും കാര്യങ്ങളൊക്കെ നടത്തിയതാണെന്നൊക്കെയുള്ള സത്യാവസ്ഥകളൊക്കെ പറയുന്നുണ്ട്. ഇവിടെ വന്നിട്ട് അവൻ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് എനിക്കും കൂടെ നാണക്കേടല്ലേ എന്നൊക്കെ നവ്യ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഡേവിഡിൻ്റെ. അങ്ങനെ ഡേവിഡിന് മനസ്സിലാവുന്നുണ്ട് ഇതെന്തോ ഒരു വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നുള്ള കാര്യമൊക്കെ ഡേവിഡിന് മനസ്സിലായപ്പം ഡേവിഡിൻ്റെ എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നവ്യയാണെങ്കിൽ എല്ലാ സത്യങ്ങളും പറയുന്നുണ്ട് കേട്ടോ. ഇതണക്ക് ഞങ്ങളെ വീട്ടിലൊരു ചന്തമോൾ എന്ന് പറഞ്ഞൊരു കൊച്ചുണ്ട്, ആ കൊച്ചിൻ്റെ അച്ഛനാണ് അഭിയെന്നാണ് എൻ്റെ അമ്മ വന്ന് പറഞ്ഞതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്ന ഡേവിഡാണെങ്കിൽ ചെറിയൊരു സന്തോഷമൊക്കെ ഉണ്ട്. കാര്യം ഡേവിഡിനൊക്കെ ആണെങ്കിൽ നേരത്തെ കാര്യങ്ങളൊക്കെ അറിയാവുന്നതുകൊണ്ട് ഡേവിഡൊക്കെ ആണെങ്കിൽ ഒരു ഉള്ളിലൊരു സന്തോഷവും കാര്യമൊക്കെ ഡേവിഡിനുണ്ട്. അങ്ങനെ ഡേവിഡാണെങ്കിൽ ഇങ്ങനെ പറയുന്നുണ്ട്, അത് പിന്നെ അവർ പറയുന്നത് കള്ളമാണ്, അത് പിന്നെ നമ്മൾ അബിയുടെ കുട്ടിയൊന്നും അല്ല, അത് ആദർശിൻ്റെ കുട്ടിയാണെന്നൊക്കെ നമ്മുടെ ഡേവിഡാണെങ്കിൽ തട്ടിയൊക്കെ വിടുന്നുണ്ട്. ഡേവിഡ് പറയുന്നുണ്ട്, അതിപ്പം എല്ലാവർക്കും അറിയുന്ന കാര്യമില്ലേ, അനഘയും ആദർശം തമ്മിലുള്ള ഒരു ബന്ധവും കാര്യങ്ങളൊക്കെ എല്ലാവർക്കൊക്കെ അറിയുന്നില്ലേ, അപ്പോൾ അവർക്ക് ജനിച്ച കുഞ്ഞാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നിൻ്റെ അമ്മയാണെങ്കിൽ ചുമ്മാ കള്ളത്തരം പറയാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മൾ നവ്യയ്ക്കാണെങ്കിൽ വീണ്ടും ഒരു സംശയമൊക്കെ മനസ്സിൽ വരുന്നുണ്ട്, ഇനി പിന്നെ അമ്മ പറഞ്ഞത് കള്ളത്തരമാണോ എന്നൊക്കെ ഉള്ളൊരു സംശയമൊക്കെ നമ്മൾ നവ്യയുടെ ഉള്ളിൽ വരുന്നുണ്ട്. അങ്ങനെ പിന്നെ നമ്മൾ നവ്യയാണെങ്കിൽ ശരി, നമ്മൾ അബിയാണെങ്കിൽ വീണ്ടും ജ്വല്ലറിയിൽ മാനേജറായിട്ട് പോകാനൊക്കെ നമ്മൾ നവ്യ സമ്മതിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് നമ്മൾ അബിക്കാണെങ്കിലും ജലജയ്ക്കാണെങ്കിലും ഒക്കെ നല്ല സന്തോഷമാവുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ അബിക്കാണെങ്കിൽ ഒരു സമാധാനമൊക്കെ ആവുന്നുണ്ട്, എന്തായാലും നവ്യയാണെങ്കിൽ സത്യം അറിഞ്ഞിട്ടില്ലെന്നൊക്കെ ഉള്ളൊരു സമാധാനമൊക്കെ നമ്മൾ അബിയുടെ മനസ്സിലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് പിന്നെ ആണെങ്കിൽ നമ്മൾ ആദർശം നന്ദു ആണെങ്കിലും പഴയ ഡ്രൈവർ ആ ഒരു കൊന്ന കേസിനകത്താണെങ്കിൽ നമ്മുടെ ഡേവിഡിനും പിന്നെ വേറൊരാൾക്കും കൂടെ പങ്കുണ്ടെന്നൊക്കെ ഉള്ള തെളിവുകളും കാര്യങ്ങളൊക്കെ നമ്മൾ നന്ദു അന്വേഷിച്ച്
കണ്ടെത്തുകയൊക്കെ ചെയ്യുന്നു. ഇതൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇവർ ഇപ്പം അബിക്കാണെങ്കിൽ ഇത്രയ്ക്കും സപ്പോർട്ടും കാര്യങ്ങളും നവ്യ ചെയ്യുന്നതൊക്കെ കാണുമ്പോഴത്തേക്ക് എല്ലാവർക്കും ആണെങ്കിൽ സങ്കടവും കാര്യങ്ങളൊക്കെ തോന്നുന്നുണ്ട്. അപ്പം നമ്മുടെ ആദർശൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്, ഇത്രയ്ക്കും അബിയുടെ ഓരോ കാര്യങ്ങളൊക്കെ ഇനി അറിഞ്ഞറിഞ്ഞ് വരുമ്പോഴത്തേക്കും നവ്യ ഇതെങ്ങനെ താങ്ങുമെന്നൊക്കെ ഉള്ളൊരു ടെൻഷനും ഇതൊക്കെ അവർക്കൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ആണെങ്കിൽ നമ്മളെ നവ്യ ആണെങ്കിൽ ഇങ്ങനെ ഉറങ്ങാൻ കിടക്കുന്ന സമയത്താണെങ്കിൽ നവ്യ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ നമ്മൾ ഡേവിഡ് പറഞ്ഞിട്ടുണ്ടെങ്കിലും നവ്യയ്ക്കാണെങ്കിൽ ഇങ്ങനെ ഒരു സംശയവും കാര്യങ്ങളുണ്ട്. ഇനി ഡേവിഡ് പറയുന്നതാണോ സത്യം, അതോ എൻ്റെ അമ്മ പറയുന്നതാണോ സത്യം എന്നൊക്കെ ഉള്ള ഒരു ടെൻഷനും കാര്യങ്ങളിലും നമ്മൾ നവ്യ ഇങ്ങനെ ആലോചിച്ചൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ അബിയുടെയും ചന്തുമോളെയും കുറിച്ചൊക്കെ തന്നെ നവ്യ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നത്. അങ്ങനെ നവ്യ ചിന്തിക്കുന്നുണ്ട്, എന്തായാലും നവ്യയുടെ ഒരു ഫ്രണ്ട് ആണെങ്കിൽ ഒരു ലാബിൽ ഇതിനൊക്കെ വർക്ക് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ നവ്യ ചിന്തിക്കുന്നുണ്ട്, എന്തായാലും ആരും അറിയാതെ DNA ടെസ്റ്റ് ഒന്ന് നടത്താമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നവ്യ ആണെങ്കിൽ അവരുടെ ഫ്രണ്ടിനെ പോയി കാണുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ അതിനുശേഷം നമ്മൾ നവ്യ അബിയുടെയും ചന്തുമോളുടെയും മുടിയൊക്കെ ആണെങ്കിൽ ശേഖരിച്ചിട്ടാണെങ്കിൽ DNA ടെസ്റ്റിനൊക്കെ നമ്മൾ നവ്യയുടെ ഫ്രണ്ടിൻ്റെ കയ്യിലൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ നവ്യ ആണെങ്കിൽ DNA ടെസ്റ്റിനാണെങ്കിൽ മുടിയുടെ സാമ്പിളൊക്കെ കൊടുത്തതിന് ശേഷം ഓരോ ദിവസവും ടെൻഷനിലായിട്ടാണ് നമ്മൾ നവ്യ കടന്നു പോയിക്കൊണ്ടൊക്കെ ഇരുന്നത് കേട്ടോ. അങ്ങനെ ഒരു ദിവസമാണെങ്കിലും നമ്മൾ നവ്യയുടെ ഫ്രണ്ടാണെങ്കിൽ നവ്യ വിളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ DNA ടെസ്റ്റിൻ്റെ റിസൾട്ടൊക്കെ കിട്ടിയെന്നൊക്കെ നവ്യ എടുത്ത് പറയുന്നുണ്ട്. അങ്ങനെ നവ്യയും ഫ്രണ്ടും കൂടെ ആണെങ്കിൽ ഒരു ഗാർഡനിലൊക്കെ വെച്ച് അവർ കാണുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ നവ്യ ആണെങ്കിൽ ഇങ്ങനെ കൈ വിറച്ച് വരച്ചിട്ടാണ് ആ റിസൾട്ടും കാര്യങ്ങളൊക്കെ നവ്യ മേടിക്കുകയൊക്കെ ചെയ്യുന്നത്. അങ്ങനെ നവ്യ ആണെങ്കിൽ ആ റിസൾട്ടൊക്കെ ഇങ്ങനെ നോക്കുന്ന ടൈമിലാണെങ്കിൽ നവ്യ ആണെങ്കിൽ ആകെ ഷോക്ക് ആവുന്നുണ്ട് കേട്ടോ. നമുക്ക് വന്ന ആ റിസൾട്ട് കാര്യങ്ങളിലെല്ലാം പോസിറ്റീവായിരുന്നു. അപ്പോഴത്തേക്ക് നവ്യ ചിന്തിക്കുന്നുണ്ട്, എന്തായാലും എന്നെ ചതിച്ച് അവനെ ഇനി ഞാൻ വെറുതെ വിടത്തില്ല എന്നൊക്കെ ഉള്ളൊരു ചിന്തയിൽ നമ്മൾ നവ്യയുടെ മനസ്സിലിട്ടൊക്കെ കയറി കൂടിയിട്ടുണ്ട്. അങ്ങനെ റിസൾട്ട് കണ്ട നവ്യയാണെങ്കിൽ ആകെ തളർന്ന് ഇതായിരിക്കുന്നുണ്ട്. അപ്പോൾ നവ്യ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, എന്നാലും ഇവനെ ഞാൻ ഇനി വെറുതെ വിടത്തില്ല, ഇവനാണെങ്കിൽ സ്നേഹം അഭിനയിച്ചിട്ടാണെങ്കിൽ എൻ്റെ കുഞ്ഞിനെയും എൻ്റെ കുടുംബത്തിനെയൊക്കെ ഇവൻ ചതിക്കുകയാണ് ചെയ്തതെന്നൊക്കെയുള്ള ആ ഒരു ചിന്ത വരുന്നേരം നവ്യ ചിന്തിക്കുന്നുണ്ട്, എന്തായാലും ഇനി ഒന്നും കൂടെ ആലോചിച്ചിട്ട് വേണം ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാനെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നവ്യയാണെങ്കിൽ ആ DNA റിസൾട്ടൊക്കെ ചുരുട്ടി കൈ പിടിച്ചിട്ടാണെങ്കിൽ നമ്മൾ നവ്യ അവിടെ അങ്ങ് ഇരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ആ സമയത്താണ് നമ്മൾ നവ്യയുടെ മനസ്സിലാണെങ്കിൽ ചന്തുമോളുടെ മുഖവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർമ്മ വരികയൊക്കെ ചെയ്യുന്നുണ്ട്. ചന്തുമോളുടെ മുഖമൊക്കെ ഇങ്ങനെ ഓർമ്മ വരുന്ന സമയത്താണെങ്കിലും നമ്മൾ നവ്യയ്ക്കാണെങ്കിൽ ആകെ ദേഷ്യവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ ചതിയനെ ഇനി എന്താ ചെയ്യും, എങ്ങനെ ഞാൻ നേരിടും എന്നൊക്കെ ഉള്ളൊരു ചിന്തയും കാര്യങ്ങളൊക്കെ നവ്യയുടെ മനസ്സിലിങ്ങനെ വരുന്നുണ്ട്. അങ്ങനെ നവ്യയാണെങ്കിൽ അവിടെ നിന്നിട്ട് അങ്ങനെ ഇങ്ങനെ പൊട്ടി പൊട്ടി കരയുന്നുണ്ടെങ്കിൽ നവ്യയുടെ മനസ്സിലാണെങ്കിൽ നല്ല ഇതിൽ ഇങ്ങനെ ചിന്ത വരുന്നുണ്ട്, ഇവനെ എങ്ങനെ ഞാൻ നേരിടും, എന്താ ഇവനെ ചെയ്യുന്നത്, എന്തായാലും ഇവനെ അങ്ങനെ വെറുതെ വിടാൻ പാടില്ല എന്നൊക്കെ ഉള്ളൊരു ചിന്തയിലൊക്കെ നമ്മൾ നവ്യ അവിടെ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയിരിക്കുന്നു. നവ്യ ചിന്തിക്കുന്നുണ്ട്, എന്തായാലും അവനിക്ക് അങ്ങനെ ചെറിയ പണിയൊന്നും കൊടുത്താൽ പോരാ, അവനിക്ക് നല്ല 8ൻ്റെ പണി തന്നെ അവനിക്ക് കൊടുക്കണമെന്നൊക്കെ ഉള്ളൊരു ചിന്തയൊക്കെ നമ്മുടെ മനസ്സിൽ നവ്യയുടെ മനസ്സിലൊക്കെ വരുന്നുണ്ട്. അത് നവ്യയാണെങ്കിൽ കണ്ണീരൊക്കെ തുടച്ചിട്ടാണെങ്കിൽ ആ DNA ടെസ്റ്റൊക്കെ ആണെങ്കിൽ ഭദ്രമായിട്ട് ബാഗിൽ സൂക്ഷിച്ച് വെച്ചിട്ടാണെങ്കിൽ നമ്മൾ നവ്യയാണെങ്കിൽ കൂട്ടുകാരെടുത്ത് യാത്രയൊക്കെ പറഞ്ഞിട്ടാണെങ്കിൽ അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അനന്തപുരം ചെല്ലുന്ന സമയത്താണെങ്കിൽ നമ്മൾ അബിയാണെങ്കിൽ ഒരു രാജാവിൻ്റെ കണക്കൊക്കെ അവിടെ ഇരിക്കുകയൊക്കെ ചെയ്യുന്നു. അങ്ങനെ അബിയാണെങ്കിൽ നമ്മളങ്ങനെ ഒരുങ്ങിയൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ, നമ്മുടെ ജ്വല്ലറി പോകാൻ വേണ്ടിയൊക്കെ ആയിട്ടുള്ള ഇതിൽ. അങ്ങനെ നമ്മൾ ജലജയാണെങ്കിലും അബിയാണെങ്കിലും പുകഴ്ത്തിയെല്ലാം സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ ജലജയാണെങ്കിലും അബിയാണെങ്കിലും നമ്മൾ നവ്യ എടുത്ത് ചോദിക്കുന്നുണ്ട്, എന്താ പറ്റി നവ്യ, നിൻ്റെ മുഖം എന്താ ഒരുമാതിരി ഇരിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നവ്യ പറയുക, ഒന്നുമില്ല, ഞാനാണെങ്കിൽ പുതിയ ബ്രാഞ്ചിൻ്റെ കാര്യങ്ങളൊക്കെ കുറിച്ച് അങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നതൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. നമ്മൾ നവ്യ പറയുന്നതിൽ നമ്മൾ അബിക്കാണെങ്കിൽ സംശയം തോന്നില്ല. പക്ഷേ നമ്മൾ നവ്യയുടെ മാറ്റത്തിലാണെങ്കിൽ ജലജയ്ക്കാണെങ്കിൽ ചെറിയൊരു ഭയവും കാര്യങ്ങളൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ നവ്യയാണെങ്കിൽ അവിടുന്ന് പോയിട്ടാണെങ്കിൽ നമ്മൾ നന്ദുവിനെ ആണെങ്കിൽ വിളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ജ്വല്ലറിയിൽ കള്ളക്കടത്ത് സ്വർണ്ണത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് നമ്മൾ അബി അവിടെ മാനേജറായിട്ട് ഇരുത്തിക്കൊണ്ട് തന്നെ ഓരോ കാര്യങ്ങൾ അവിടെ നിന്ന് തെളിയിക്കാനുള്ള ഓരോരോ കാര്യങ്ങളായിട്ട് തെളിയിക്കാനുള്ള ഓരോ പദ്ധതികളൊക്കെയാണ് നമ്മൾ നവ്യയാണെങ്കിൽ ഇനി ഓരോന്നൊക്കെ ആലോചിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ പിന്നെ ദിവസങ്ങളിങ്ങനെ പോയതിനു ശേഷം നമ്മൾ ജ്വല്ലറിയുടെ ആ പുതിയൊരു പിന്നെ സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടനമൊക്കെ വന്നെത്തിയ സമയത്താണ് നമ്മൾ അബിയാണെങ്കിലും ഡേവിഡാണെങ്കിലും ഭയങ്കര ഒരു ഗമയിലൊക്കെ അവിടെ ഇങ്ങനെ സ്റ്റേജിലൊക്കെ ഇരിക്കുകയൊക്കെ ചെയ്യുന്നത്. നമ്മൾ ആദർശം നയനയും അതുപോലെ തന്നെ നന്ദവും നവ്യയെല്ലാം അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ നവ്യയാണെങ്കിൽ നമ്മൾ പിന്നെ അബിയുടെ നിന്നൊക്കെ മൈക്കൊക്കെ എടുത്ത് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നവ്യ പറയുന്നുണ്ട്, ഇന്നിവിടെ ഒരു ഉദ്ഘാടനം മാത്രമല്ല നടക്കാൻ പോകുന്ന ഒരു സത്യവും കൂടെ ഇവിടെ തെളിയുമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിലും നമ്മുടെ ഡേവിഡിൻ്റെ ആണെങ്കിലും അബിയാണെങ്കിലും എന്താ കാര്യം എന്നറിയാൻ വയ്യാതെ അവരിങ്ങനെ ഭയങ്കര ടെൻഷനിലൊക്കെ ഇരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ നവ്യയാണെങ്കിൽ മൈക്കിൽ കൂടെ വിളിച്ച് പറയുന്നുണ്ട്, നിനക്ക് ബാഗിൽ നിന്ന് DNA ടെസ്റ്റൊക്കെ എടുത്തിട്ടാണ് നവ്യ പറയുന്നുണ്ട്. ഇതുപോലെ ചന്തുമോളുടെ അച്ഛനാണെങ്കിൽ ആദർശേട്ടനല്ല, പിന്നെ അതുപോലെ അബിയാണെന്നൊക്കെ പറയുന്ന സമയത്താണ് നമ്മൾ അബിയാണെങ്കിൽ ഒരുപാടൊക്കെ പിന്നെ ഞാനല്ല എന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ പറയുന്നെങ്കിലും പക്ഷേ നമ്മൾ DNA ടെസ്റ്റ് കണ്ടിട്ടാണെങ്കിൽ എല്ലാവരും ഇങ്ങനെ ഷോക്കായൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ നമ്മളെ നന്ദുവും പോലീസൊക്കെ ആണെങ്കിലും പിന്നെ നമ്മളെ കള്ളക്കടത്ത് സ്വർണ്ണവും കാര്യങ്ങളൊക്കെ നന്ദുവൊക്കെ അവിടെ നിന്ന് പിടിച്ചെടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ പിന്നെ അബിയാണെങ്കിലും അതുപോലെ നമ്മൾ ഡേവിഡിനെയൊക്കെ ആണെങ്കിലും
ആണെങ്കിലും അവിടെ നിന്നൊക്കെ അവർ അറസ്റ്റ് ചെയ്തൊക്കെ കൊണ്ടുപോയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മളെ ഡേവിഡ് ആണെങ്കിൽ ഇതിനൊക്കെ പിന്നെ ആദർശനാണെങ്കിൽ ഇത്രയും നാളും കള്ളനാക്കി ചിത്രീകരിക്കുകയൊക്കെ ചെയ്തതിൻ്റെ പേരിലാണെങ്കിലും പിന്നെ അതുപോലെ തന്നെ കള്ളക്കടത്ത് സ്വർണ്ണം അവിടെ നിന്ന് പിടിച്ചെടുത്തുകൊണ്ടൊക്കെ നമ്മുടെ ഡേവിഡിനെയും അതുപോലെ തന്നെ സ്വന്തം കുഞ്ഞിനെ തള്ളി പറഞ്ഞ അബിയെ ആണെങ്കിലും പോലീസാണെങ്കിൽ വിലങ്ങ് വയ്ക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മൾ ജലജയാണെങ്കിൽ അവിടെ കിടന്ന് കരച്ചിലൊക്കെ ആയെങ്കിലും പക്ഷേ നമ്മൾ ജലജയാണെങ്കിൽ ആരും മൈൻഡ് ചെയ്യുകയൊന്നും ചെയ്തില്ല. അങ്ങനെ നമ്മൾ അബിയാണെങ്കിൽ ജീപ്പിൽ കയറ്റുന്ന സമയത്താണ് നമ്മൾ നവ്യ പറയുന്നുണ്ട്, എന്തായാലും നീ ഇത്രയും നാൾ എന്നെയും എൻ്റെ കുഞ്ഞിനെ നീ വഞ്ചിച്ച, ഇനി നിൻ്റെ ഒരു പേരിൽ എനിക്ക് അറിയപ്പെടാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നവ്യയാണെങ്കിൽ താലിമാല ഊരി അബിയുടെ മുഖത്ത് വലിച്ചെറിയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതലുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.